നിങ്ങളെല്ലാം കേട്ട ഒരു കാര്യമാണ് മാർക്കോ 2 വില്ലനായിട്ട് വരാൻ പോകുന്നത് ചിയാൻ വിക്രമാണെന്ന്. സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണാനായി ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മാർക്കോ 2 എന്ന് പറയുന്ന സിനിമയിലെ വില്ലനായിട്ട് വരാൻ പോകുന്നത് ചിയാൻ വിക്രമാണെന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്. ബട്ട് റിയാലിറ്റി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, ഉണ്ണിമൂന്ന് പല സ്റ്റേറ്റ്സിലോട്ട് പോയി സഞ്ചരിക്കുന്നുണ്ട്. സോ അവിടെയുള്ള പ്രധാനപ്പെട്ട മുൻ താരങ്ങളെല്ലാം അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം മീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ചിയാൻ വിക്രം. സോ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തു. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു എന്താ പറയുക സെക്കൻഡ് പാർട്ടിലേക്ക് ചിയാൻ വിക്രം ഒരു വില്ലനായിട്ട് വരും എന്നുള്ള കാര്യമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെന്താ പറയുക, കുറച്ച് പ്രമോഷനോ, അതായത് റൂമറൊക്കെ പരക്കുന്നത് ചിയാൻ വിക്രം ഈ ഒരു ഇതിലെ വില്ലനാകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ അദ്ദേഹത്തിനോട് ഇന്നൊരു ഫോട്ടോയും ചുമ്മാതെ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വിചാരിക്കും ഓക്കെ മാർക്കോ 2 വില്ലൻ ചിയാൻ വിക്രം കൺഫേം. സോ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു പ്രമോഷൻ ടൈപ്പ് ഓഫ് സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. സോ അടുത്ത വീട്ടിൽ കാണാം. ചിയാൻ വിക്രം വരുമ്പോൾ അതായത് ചിയാൻ വിക്രം വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇതൊരു പ്രമോഷൻ മാത്രമാണ്. അവർ ഉറപ്പായിട്ടും കാസ്റ്റ് ആരാണ് എന്തൊക്കെയാണ് ഒന്നും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രമോഷൻ മാത്രമായിരിക്കും. ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിയാൻ വിക്രം നമുക്കറിയില്ല, ചിലപ്പോൾ വന്നാൽ OTT ഇറങ്ങുന്നതിനനുസരിച്ചിരിക്കും, OTTയിലെ പ്രതികരണം എന്താണോ അതിനനുസരിച്ചൊക്കെ ഇരിക്കുമെന്ന് പറയാം.